പ്രിയമുള്ള സഹപ്രവർത്തകരെ, ഗുഡ് ഈവനിങ്. നമ്മുടെ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ ആഗസ്റ്റ് 16 നമ്മുടെ സ്കൂളിൽ മുൻ വർഷങ്ങളിൽ നടന്നതുപോലെ തന്നെ എങ്ങനെയാണ് ജനാധിപത്യ രീതിയിൽ ഈ ഇലക്ഷൻ പ്രോസസ്സ് നടക്കാറുള്ളത് എന്നതിൻ്റെ ഒരു മിനിയേച്ചർ മുൻ വർഷങ്ങളിൽ EVM മോഡലിൽ തന്നെ നമ്മൾ നടത്തിയിരുന്നു. ആദ്യമൊക്കെ ലാപ്ടോപ്പും മൊബൈലും ഉപയോഗിച്ച് ഒരേ സമയം എല്ലാ ക്ലാസ്സുകളിലും നടത്തിയിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷം കേവലം മൊബൈൽ അല്ലെങ്കിൽ ടാബ് മാത്രം ഉപയോഗിച്ചാണ് ഇലക്ഷൻ നടത്തിയത്. ഈ വർഷവും മൊബൈലിൽ മാത്രം ഉപയോഗിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയറാണ് നമ്മൾ പരിചയപ്പെടുന്നത്. വളരെ സിമ്പിളായിട്ട് ആർക്കും ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയറാണ്. ഒരൊറ്റ പ്രാവശ്യം ഇതൊന്ന് കണ്ടാൽ കാണാതെ തന്നെ കൃത്യമായിട്ട് നമുക്ക് അത് ഷെഡ്യൂൾ ചെയ്യാൻ കഴിയും. ഏതായാലും അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നമ്മുടെ സോഫ്റ്റ്വെയർ നിലവിൽ പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഞാൻ ഫോർവേഡ് ചെയ്യാം. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ആദ്യം ചിലപ്പോൾ മൊബൈൽ പെർമിഷൻ ചോദിക്കും. അതുകൊണ്ട് തന്നെ പെർമിഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് ആവുമ്പോൾ ആ പെർമിഷൻ്റെ ആവശ്യം ഉണ്ടാവുകയില്ല. പെർമിഷൻ ചോദിക്കുകയാണെങ്കിൽ പെർമിഷൻ നമ്മൾ അൺനോൺ റിസോഴ്സ് ആയതുകൊണ്ട് അത് പെർമിഷൻ ചോദിക്കും. അപ്പോൾ പെർമിഷൻ ടിക്ക് ചെയ്ത് കൊടുത്താൽ അത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് കാണിക്കും. എന്നിട്ട് നമ്മൾ ഓപ്പൺ കൊടുക്കുക. കോട്ടക്കൽ അഖിൽ സാറ് ഡിസൈൻ ചെയ്ത ഒരു സോഫ്റ്റ്വെയറാണ് ഇത്. ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട്സ് ഒന്ന് ശ്രദ്ധിക്കാം. ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട്സ് ഈ 3 ഡോട്ട്സിൽ നമ്മൾ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കാൻഡിഡേറ്റ്സ്, വോട്ടിംഗ് റൂം, റിസൾട്ട്, റീസെറ്റ്, ഇങ്ങനെ 4 സംവിധാനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 4 ഓപ്ഷനുകൾ. അതിൽ കാൻഡിഡേറ്റ്സ് നമുക്ക് ആദ്യം കൊടുക്കാം. കാൻഡിഡേറ്റ്സ് ഇപ്പോൾ നിലവിൽ ഒരു കാൻഡിഡേറ്റും ഇല്ല. ഇതിൽ ഏറ്റവും താഴെയുള്ള ഈ ഒരു ഏറ്റവും താഴെയുള്ള പ്ലസ് ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണ്. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലെ 1ാമത്തെ കാൻഡിഡേറ്റിൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ വെറുതെ ഒരു എന്താ പറയുക മോഡലിനായിട്ട് മെസ്സി എന്ന് ടൈപ്പ് ചെയ്തു. അങ്ങനെ ആ കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ നമ്മൾ ആൾറെഡി ഫോണിൽ ഫോട്ടോ എടുത്ത് വെക്കണം. ഫോണിൽ എടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് അത് ക്രോപ്പ് ചെയ്ത് ഒരു ഫോട്ടോ, ആ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ ആദ്യമേ ഗാലറിയിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ ഈ ക്യാമറയിൽ എന്ത് ചെയ്യാം, ക്യാമറ ടച്ച് ചെയ്താൽ നമ്മുടെ ഗാലറിയിലേക്ക് ഇത് പോവും. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു, സേവ് കൊടുക്കുന്നു. അപ്പോൾ 1ാമത്തെ കാൻഡിഡേറ്റ് ഇവിടെ നമുക്ക് സെറ്റായി. ഇനി ഒന്നിലധികം കാൻഡിഡേറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ 2ാമത്തെ കാൻഡിഡേറ്റ് ഇതേപോലെ തന്നെ നമ്മൾ വീണ്ടും ആ പ്ലസ്സിൽ പ്രസ് ചെയ്യുന്നു. 2ാമത്തെ കാൻഡിഡേറ്റിൻ്റെ പേരും ടൈപ്പ് ചെയ്യുന്നു, ക്യാമറ ചിഹ്നത്തിൽ ടച്ച് ചെയ്യുന്നു. 2ാമത്തെ കാൻഡിഡേറ്റ് നെയ്മറാണ്. നെയ്മറിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. 3ാമത്തെ കാൻഡിഡേറ്റ് വീണ്ടും നമ്മൾ സെലക്ട് ചെയ്യുന്നു. അവിടെ പേര് ടൈപ്പ് ചെയ്യുന്നു. മറഡോണ എന്നാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡീഗോ അർമാൻഡോ മറഡോണയുടെ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇനി അങ്ങനെ നമ്മുടെ ക്ലാസ്സിൽ എത്ര എത്ര കാൻഡിഡേറ്റ്സ് ആണോ ഉള്ളത് എങ്കിൽ അത്രയും കാൻഡിഡേറ്റ്സിൻ്റെ പേര് അതുപോലെ തന്നെ ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ 4 കാൻഡിഡേറ്റ്സിനെയാണ് ഇവിടെ കാൻഡിഡേറ്റ്സായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ
ഇതിൻ്റെ ഈ കാൻഡിഡേറ്റ്സിൻ്റെ ഏറ്റവും അടുത്തുള്ള ഈ ബാക്ക് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുക. ഇവിടെയുള്ള ഈ ഒരു ഭാഗത്തുള്ള ബാക്ക് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നിലേക്ക് തന്നെ പോകാൻ കഴിയും. എന്നിട്ട് വോട്ടിംഗ് റൂം, ഇതിലെ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള വോട്ടിംഗ് റൂം, ഈ വോട്ടിംഗ് റൂമിലേക്ക് അത് ടച്ച് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ ടച്ച് ചെയ്യുക. അപ്പോൾ അവിടെ എൻ്റർ അഡ്മിൻ പാസ്വേഡ് എന്ന് ചോദിക്കും. 1 2 3 ഇങ്ങനെ ഡിജിറ്റാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് എൻ്റർ ടു വോട്ടിംഗ് റൂം. അപ്പോൾ നമ്മുടെ ബാലറ്റ് യൂണിറ്റ് ഇവിടെ തെളിഞ്ഞു വരും. വളരെ സിമ്പിളായിട്ട് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ഇത് ശ്രദ്ധിക്കേണ്ടത്, ഒരു കുട്ടി ഒന്നിലധികം പ്രാവശ്യം ടച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളവിടെ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് കൺട്രോൾ യൂണിറ്റ് ഇതിനകത്തില്ല, ബാലറ്റ് യൂണിറ്റ് മാത്രമാണുള്ളത്. അതുകൊണ്ട് നമുക്ക് പെർമിഷൻ കൊടുക്കുന്ന ബട്ടൺ ഇതിനകത്ത് ഉണ്ടായിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികളാണ് ഇത്. നമ്മളിനി കുട്ടികളുടെ പേര് വിളിക്കുന്നതിനനുസരിച്ച് വന്ന് വോട്ട് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ആൾ മെസ്സിക്ക് വോട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ചിഹ്നത്തിൽ ടച്ച് ചെയ്താൽ മതി. ഈ ഒരു ചിഹ്നത്തിൽ ടച്ച് ചെയ്താൽ വോട്ടായി. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വോയിസ് നമുക്ക് കേൾക്കാൻ കഴിയും. അതെന്തിനാണെന്ന് വെച്ചാൽ, ഒരേ കുട്ടി അതല്ലെങ്കിൽ 2 പ്രാവശ്യം ടച്ച് ചെയ്തു പോകും. അപ്പോൾ അത് ആശങ്ക ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കുട്ടി വോട്ട് ചെയ്ത് അവിടെ നിന്നും വിട്ടു പോകുവാനുള്ള ഒരു ഗ്യാപ്പ് പിന്നെ ടോണിനുണ്ട്. ഈ രണ്ടാമത്തെ ആൾ നെയ്മറിന് വോട്ട് ചെയ്യുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷമേ അടുത്തത് വോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. മൂന്നാമത്തെ ആൾ, ഇനി നാലാമത്തെ ആൾ റൊണാൾഡോക്ക് വോട്ട് ചെയ്യുന്നു. നാല് വോട്ടും വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ മൊബൈലിൻ്റെ ബാക്ക് ടച്ച് ചെയ്യുക. വീണ്ടും പാസ്വേഡ് ചോദിക്കും. 1 2 3 ടൈപ്പ് ചെയ്യുക. എക്സിറ്റ് ഫ്രം വോട്ടിംഗ് റൂം. ഇനി നമുക്ക് റിസൾട്ട് നോക്കാം. റിസൾട്ട് നോക്കിയാൽ 4 പേർക്കും ഓരോ വോട്ട് വീണതായിട്ട് കാണാൻ കഴിയും. ഇത് കൃത്യമായിട്ട് കാൻഡിഡേറ്റ്സിനെ ബോധ്യപ്പെടുത്തുക. ഇനി ഒരേ മൊബൈലിൽ തന്നെ വീണ്ടും മറ്റൊരു ക്ലാസ്സിൻ്റെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അപ്പോൾ ഇത് മൊത്തം റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും പഴയതുപോലെ 0യിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. അതല്ലെങ്കിൽ ആ റിസൾട്ട് അവിടെ തന്നെ ഉണ്ടാകും. അത് റീസെറ്റ് ചെയ്തിട്ടാണ് മറ്റൊരു ഡിവിഷൻ അല്ലെങ്കിൽ മറ്റൊരു ക്ലാസ് വോട്ടിംഗ് നടത്തേണ്ടത്. വളരെ സിമ്പിളായിക്കൊണ്ട് ചെയ്യാവുന്ന എലക്ഷൻ പ്രോസസ്സാണ്. എല്ലാവരും ഒരു പ്രാവശ്യം മുമ്പേ ചെയ്ത് നോക്കിയിട്ട് വേണം ക്ലാസ്സിലേക്ക് പോകുവാൻ. എല്ലാവർക്കും നല്ല രൂപത്തിൽ ഈ എലക്ഷൻ പൂർത്തിയാക്കുവാൻ എല്ലാവിധ ആശംസകളും നേരുന്നു.